അപ്പം GTA 6 ഇന്ത്യയിൽ കൊടുക്കാൻ പോകുന്ന പ്രൈസ് എന്ന് പറയുന്നത് 5,000 to 6,000 റുപ്പീസ് വെച്ചിട്ടാണ്. നമ്മുടെ ഗെയിമിന്റെ എഡിഷൻ ആണ് ഇത്രയും രൂപ, വെറും ഒരു ഗെയിമിന് മാത്രം. അതിച്ചിരി കൂടുതലല്ലേ? പിന്നെ സ്പെഷ്യൽ എഡിഷൻ, ലിമിറ്റഡ് എഡിഷൻ, DLC എല്ലാം എത്ര രൂപയ്ക്ക് കൊടുക്കുമെന്ന് ഇതുവരെ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടില്ല. അത് പറയരുത്, അത് മാത്രം എന്നോട് പറയരുത്. റൂമേഴ്സ് ഒക്കെ വരുന്നത് ഡീലക്സ് എഡിഷൻ 6,099-നും കംപ്ലീറ്റ് എഡിഷൻ വരുന്നത് 10,000 റുപ്പീസിനുമാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. PS5, Xboxനൊക്കെ 5,000 to 6,000 വരെ പ്രൈസിങ് വരും. PC-ക്ക് അറൌണ്ട് 5,000 റുപ്പീസ് അടക്കം പ്രൈസിങ് വരും. ചിലപ്പോൾ മേ ബി ഓഫേഴ്സിനൊക്കെ അതിനെക്കാട്ടിലും താഴെയൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ആദായ വിൽപ്പന, സൗജന്യ വിൽപ്പന ഇല്ല. അത് മാത്രമല്ല, നമ്മുടെ GTA 6-ൽ ഒരു മൂന്നാമതൊരു ക്യാരക്ടർ, ലൂസിയ ജെയ്സൺ അല്ലാതെ ഒരു തേർഡ് ക്യാരക്ടർ ഉണ്ടാവുമെന്ന് ഇപ്പൊ കുറച്ച് ലീക്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ഡ്രേക്കൻ പ്രീസ്റ്റ്, കാൾ ഹാംപ്ടൺ, ബൂബി IK, രാഹുൽ ബൗസ്റ്റീറ്റ, ബ്രയൻ ഹെട്ടർ, ഇങ്ങനത്തെ കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പം ഇവരൊക്കെ നമ്മുടെ GTA 6-ൽ തേർഡ് പ്ലേയബിൾ ക്യാരക്ടർ വരാനുള്ള സാധ്യത ഉണ്ടെന്ന് റൂമേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഡേറ്റിംഗ് മെക്കാനിസം വരുമെന്നാണ് പറയുന്നത്. GTA San Andreasൽ CJക്ക് കുറെ അധികം ഗേൾ ഫ്രണ്ട്സ് ഉണ്ട്. ഇവനെക്കാളും വലിയ വായി നോക്കി ഈ പഞ്ചായത്തിൽ വേറെ ഉണ്ടാവില്ല. പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടും. എന്നെ ആര് കെട്ടാനാ? പിന്നെ എന്തിനാ മുത്തേ ചേട്ടൻ ജീവിച്ചിരിക്കുന്നേ? എനിവേസ്, ഇതൊരു റൂമറാണ്. പിന്നെ നമ്മുടെ GTA 6-ൽ വെതർ മെക്കാനിസം കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ ഈ സ്റ്റോം, ചുഴലിക്കാറ്റ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ ഡേ ആൻഡ് നൈറ്റ് സൈക്കിൾ, ഡെപ്ത് ആയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വാട്ടർ ഫിസിക്സ് നമ്മളെ GTA 6-ലുണ്ട്. പുതിയ ടെക്നോളജിയാണ് വാട്ടർ ഫിസിക്സിന് വേണ്ടി GTA 6 ഇറക്കിയിട്ടുള്ളത്. അപ്പം അത്രയും നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള വാട്ടർ ഫിസിക്സ് നമുക്ക് GTA 6 കാണാം. പിന്നെ എന്ന് പറയുന്നത് സൈഡ് ആക്ടിവിറ്റി, ജെറ്റ് സ്കീസും പിന്നെ ഡീപ് സീ ഡൈവിങ്ങും നമ്മുടെ അണ്ടർഗ്രൗണ്ട് വാട്ടർ എക്സ്പ്ലോറേഷനും നമ്മൾ GTA 6-ൽ കാണും. ഗാംബ്ലിംഗ് ഒക്കെ നമ്മൾ GTA 6-ലുണ്ട്. നൈറ്റ് ക്ലബ്ബ് വൈബൊക്കെ 2 ട്രെയിലറിലൊക്കെ അടുപ്പിച്ചൊക്കെ നമുക്ക് നൈറ്റ് ക്ലബിനെ കുറിച്ച് കൂടുതൽ കാണിച്ചിട്ടുണ്ട്. നൈറ്റ് ക്ലബ്ബ് എക്കണോമിക്സും കാണും. നമുക്ക് നൈറ്റ് ക്ലബ്ബിൽ പോയി ഡാൻസ് കളിക്കാനും. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ GTA 6-ൽ നമ്മളെ വൈസ് സിറ്റി ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് കുറച്ചും കൂടെ കൂടുതൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതായത് പുതുക്കി പണിതിട്ടുണ്ട്. കുറച്ച് എക്സാമ്പിൾ ആയിട്ടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹൈവേസും പിന്നെ റൂറൽ ഏരിയാസും സ്വാംസ് എന്ന് പറയുമ്പോൾ ചതുപ്പ് എന്നൊക്കെ പറയും. കങ്കുവ സിനിമയിലൊക്കെ ചില സ്ഥലത്തിലൊക്കെ കാണാൻ പറ്റും. അപ്പം അങ്ങനത്തെ ഉള്ള ഒരു ചതുപ്പ് എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളും കൂടുതലായിട്ട് വൈസ് സിറ്റിയിൽ ഇവർ ആഡ് ചെയ്തിട്ടുണ്ട്. അടുത്ത് ജെയ്സണും ലൂസിയയും ഒക്കെ നമ്മുടെ ഒരു പുതിയ തരത്തിലുള്ള ആനിമേഷൻസ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതിനു വേണ്ടി റോക്ക് സ്റ്റാർ ആണെങ്കിൽ നെക്സ്റ്റ് ആൻഡ് ഫിസിക്സ് GTA 6-ന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ മോർ റിയലിസ്റ്റിക്, ആക്യുറേറ്റ് ആയിട്ടുള്ള ഫിസിക്സ് ആനിമേഷൻസ് ഒക്കെ കിട്ടും. May 26, 2026 നമ്മളെ കൺസോൾസിനൊക്കെ ഫസ്റ്റ് റിലീസ് ആകാൻ പോകുന്നത്. PC-ക്ക് ആണെങ്കിൽ പറയണ്ടല്ലോ, പിന്നെയും 1 വർഷം അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞിട്ടായിരിക്കും PC-ക്ക് റിലീസ് ആകാൻ പോകുന്നത്. ഇത്ര നേരം വീഡിയോ കണ്ട നിങ്ങൾക്ക് ഒരു ബോണസ് റിപ്പോർട്ട്. നമ്മുടെ PS5-നും PS5 Pro-നും 60 FPS റൺ ചെയ്യാനായിട്ടുള്ള തീരുമാനം നമ്മുടെ റോക്ക് സ്റ്റാർ എടുത്തിട്ടുണ്ട്. തീരുമാനമൊക്കെ നല്ലത് തന്നെ, പക്ഷേ ഇവർ ഒപ്റ്റിമൈസ് ചെയ്യാനല്ല ഇനിയും കുറച്ച് ടൈം വേണമെന്ന് പറഞ്ഞിട്ട് നമ്മളെ റിലീസ് ഡേറ്റ് മാറ്റിയത്. അതുകൊണ്ട് ഇപ്പോൾ ഒപ്റ്റിമൈസ് ചെയ്ത് വന്നപ്പോൾ അറിഞ്ഞ റിപ്പോർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ PS5 Pro-ന് മാത്രമാണ് 60 FPS കിട്ടുന്നുണ്ടത്. ബാക്കിയുള്ള PS5-നൊന്നും 60 FPS കിട്ടുന്നില്ല. അതുകൊണ്ട് ഇവര് ഇത് ഇനിയും കുറച്ചും കൂടെ ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈം എടുക്കും എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. ഇത് ഇത്രമാത്രം ശരിയാണെന്ന് അറിഞ്ഞൂടാ. ചിലപ്പം ഇവർ പറഞ്ഞ ഈ മെയ് മാസത്തിനുള്ളിൽ ബാക്കിയുള്ള കൺസോൾസിന്, അതായത് Xbox One-നും PS5-നൊക്കെ 60 FPS റൺ ചെയ്യുന്ന തരത്തിലുള്ള ഒപ്റ്റിമൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമല്ല. പക്ഷെ അത് ചെയ്ത് തീർന്നില്ലെങ്കിൽ ചിലപ്പോൾ റിലീസ് ഡേറ്റ് ഇനിയും കുറെ ദിവസങ്ങൾ എടുക്കാനുള്ള സാധ്യതയുണ്ട്. എന്തിനായി തീരുമെന്ന് ഒരു പിടിയുമില്ല. അപ്പം വീഡിയോ അത്രയൊക്കെ ഉള്ളൂ.